ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ 2 കിലോ അളവിൽ പൊരിച്ച ചിക്കൻ വെച്ചിട്ട് ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫുൾ റെസിപ്പി നമ്മളെ വീഡിയോയിലുണ്ട്. ഈ ബിരിയാണി റെസിപ്പി കണ്ടു കഴിഞ്ഞാൽ ഏത് ബിരിയാണി വെക്കാൻ അറിയാത്ത ആൾക്കാർക്കും ബിരിയാണി വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങുക, സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. 2 കിലോ റൈസ് വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ട് മസാല പുരട്ടി 1 മണിക്കൂർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കിലോ അളവിലാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിക്ക് വേണ്ട സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത്, മല്ലിച്ചപ്പ്, പുതിന, എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കൽ 6 kg നെയ്യാണ് കേട്ടോ റൈസക്ക് ചേർത്ത് കൊടുക്കൽ. പിന്നെ ഇത് സൺഫ്ലവർ ഓയിലാണ്. ഇത് മുഴുവനും നമുക്ക് ആവശ്യമായിട്ട് വരില്ല, ആവശ്യത്തിന് എടുക്കാം കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാലഡ്ക്ക് ആവശ്യമായിട്ടുള്ള സവാളയും ക്യാരറ്റും പച്ചമുളകും കൂടി ചോപ്പ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാതും ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ബിരിയാണി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ കഴിയും കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചാൽ. എന്നിട്ട് ഞാനിതാ പുറത്ത് വന്നിട്ട് 2 അടുപ്പും കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരടുപ്പിൽ നമ്മൾ റൈസ് തിളപ്പിച്ച് വെറ്റാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തു. മറ്റേ അടുപ്പിൽ നമ്മൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചെമ്പും വെച്ച് കൊടുത്തു കേട്ടോ. ഇനി ഞാൻ ആ ചെമ്പിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് സവാള കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ റൈസ്ക്ക് ഫ്രൈ ചെയ്ത് ദം ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്ത സവാള നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ചെമ്പിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിതാ സവാളൊക്കെ ഫ്രൈ ചെയ്തത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഇറക്കി വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. എന്നിട്ട് ഇതാ മുന്തിരി കഴുകിയിട്ട് വേണം കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അതിൽ അഴുക്കുണ്ടാവും. അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മുന്തിരി നമ്മൾ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു ബോൾ പോലെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മളിത് കോരിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. കുറച്ച് ഓയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ കൂടുതൽ ഓയിലൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേസ്റ്റായി പോകും കേട്ടോ. അപ്പോൾ ബിരിയാണി മസാലയും തന്നെ ഞാൻ ഈ ഓയിൽ തന്നെ കേട്ടോ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ നല്ല പോലെ ഒന്നും മുരിയിച്ചെടുക്കൂല കേട്ടോ ചിക്കന്. അപ്പോൾ ചിക്കൻ ആദ്യത്തെ ട്രിപ്പൊക്കെ ഞാൻ ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് 2ാമത്തെ ട്രിപ്പ് ചിക്കനാണ് കേട്ടോ ഇത് കോരിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ചിക്കൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അടി കട്ടിയുള്ള ചെമ്പായതുകൊണ്ടേ നമ്മളെ ഓയിൽ വറ്റി പോകുന്നില്ല കേട്ടോ. ചിക്കനൊക്കെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഓയിൽ തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ 800 ഗ്രാം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1 കിലോ സവാള വാങ്ങിയിട്ട് അതിന്ന് ഞാൻ നമ്മളെ സാലഡുക്കും അതുപോലെ ഫ്രൈ ചെയ്യാനും എടുത്തതിൻ്റെ ബാക്കി സവാള നമ്മൾ ബിരിയാണി മസാലക്കാണ് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞാനിത് അളവ് കണക്കാക്കൽ. അപ്പോൾ ഇതാ ഇതൊരു 800 ഗ്രാം സവാള ഉണ്ടാവും കേട്ടോ. 1 കിലോ ബിരിയാണിക്ക് 400 ഗ്രാം സവാള, അങ്ങനെയാണ് കേട്ടോ കണക്ക്. അപ്പോൾ ഇനി സവാളയൊക്കെ നല്ലതുപോലെ വയന്ന് വരട്ടെ. ഇതിക്ക് ഞാൻ 1 സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിട്ട് കൊടുത്താൽ നമ്മൾ സവാളയൊക്കെ പെട്ടെന്ന് നല്ലതുപോലെ വയന്ന് കിട്ടും കേട്ടോ. സവാള നല്ല പോലെ വയന്ന് കിട്ടണം, അപ്പോഴാണ് മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളെ മസാലയിലേ സവാള ഇങ്ങനെ കടിക്കാൻ പാടില്ല, അത് നല്ല ഗ്രേവി ആയിട്ട് കിട്ടണം. അപ്പോഴാണ് ബിരിയാണി മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മസാലയൊക്കെ സവാളൊക്കെ നല്ലതുപോലെ വയന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളിൻ്റെ അളവ് എന്ന് പറഞ്ഞത് 250 ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വെളുത്തുള്ളി 80 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 80 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് ഒരു 200 ഗ്രാം പച്ചമുളക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു.
പിന്നെ ഞാൻ തൈര് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടായിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചില തൈര് നല്ല പുളിയായിരിക്കും, ചില തൈര് പുളി കുറവായിരിക്കും. അപ്പോൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാനൊരു 2.5 സ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന പൊടിയാണ്, നല്ല പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കുറവായപ്പം 1 സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചുകൊണ്ട് ഒന്നിങ്ങോട്ട് തക്കാളി വേവുന്നത് വരെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കറക്റ്റാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ആ മസാലയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സവാളയും തക്കാളിയും ചിക്കനും ഒക്കെ ഒന്ന് യോജിക്കുന്ന രീതിക്കൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുമ്പോഴേ ചിക്കൻ ഉടയാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതൊരു പിടി നമുക്ക് മസാലേൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചുകൊണ്ട് നമ്മൾ തീയൊക്കെ കുറച്ചിട്ട് കനലിലൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾക്ക് റൈസ് തിളപ്പിച്ചിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് പൊടിക്കാത്ത സ്പൈസസ് കുറച്ചിട്ട് കൊടുത്തു കേട്ടോ. ഏലക്കായ, പട്ട, ഗ്രാമ്പു, ബേ ലീഫ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിൽ ഉപ്പിടുമ്പോൾ ഒന്ന് കൂടുതലായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴാണ് റൈസിൽ ഉപ്പ് പാകത്തിന് ആവുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച റൈസൊക്കെ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ വെള്ളം തിളച്ചിട്ട് വേണം കേട്ടോ റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. റൈസൊക്കെ ഇട്ട് കൊടുത്ത അപ്പം തന്നെ നമ്മൾ ഒരു ചട്ടകം വെച്ചിട്ട് നല്ലതുപോലെ അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കട്ട കെട്ടും. കട്ട കെട്ടി കഴിഞ്ഞാൽ പിന്നെ കട്ട ഉടഞ്ഞ് കിട്ടൂല കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തീ കത്തിച്ച് കൊടുക്കണം കേട്ടോ. റൈസൊക്കെ നല്ല പോലെ തിളച്ചിട്ട് വേവണം. അപ്പോഴേക്ക് ഞാൻ മസാല ഒന്ന് വന്ന് നോക്കിയപ്പോൾ മസാല വെള്ളമൊക്കെ വറ്റി തീരെ വെള്ളമല്ല കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ആയതുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ ഒന്ന് സ്കിപ്പായി പോയതാണ്. നമ്മൾ മസാല എപ്പോഴും ഒന്നിങ്ങോട്ട് ലൂസായിട്ടാണ് കേട്ടോ നിൽക്കാൻ വേണ്ടിയിട്ട്, ഡ്രൈ ആകാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് റൈസ് ഊറ്റാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അടുപ്പിലെ തീയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 70% ആകുമ്പോൾ തന്നെ നമ്മൾ തീയൊക്കെ നല്ല ആളി കത്തുന്ന തീയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വേവ് കയറും. കനൽ തന്നെ ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന്. പിന്നെ നമ്മൾ റൈസ് വേവായിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളരി കടിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. ഒരു 85-90% വേവാകുമ്പോൾ തന്നെ നമുക്കിത് ഊറ്റിയെടുക്കാം കേട്ടോ. ബാക്കി നമുക്ക് ദമ്മ് കടന്നുകൊണ്ട് വെന്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഊറ്റിയെടുത്തിട്ട് പിന്നെ അത് നമ്മുടെ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യൽ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും കേട്ടോ. ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യൽ കേട്ടോ. അപ്പോൾ നല്ല പോലെ തിളക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മസാല. നല്ല ചൂടുള്ള മസാലയ്ക്ക്, തിളക്കണ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ ദമ്മ് പെട്ടെന്ന് കയറിക്കിട്ടും കേട്ടോ. പിന്നെ ഇത് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. ഇത് സച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വരുമാനം നേടാം, ആ ഒരു ലക്ഷ്യത്തിലാണ് കേട്ടോ ഞാനിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് പുറത്ത് പോയിങ്ങാണ്ട് എൻ്റെ മക്കളിട്ടുകൊണ്ട് പുറത്ത് പോയിങ്ങാണ്ട് ഒന്നും ചെയ്യാനുള്ളൊരു അവസ്ഥയിലും അല്ല. അതുപോലെ പഠിച്ച് അതിനനുസരിച്ച് ജോലിക്കുള്ള വിദ്യാഭ്യാസം ഇല്ലേനും അങ്ങനെയാണ് ഞാൻ കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെ ആൾക്കാരെ അറിയിക്കലുണ്ട്, ഇങ്ങനെ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുമോ അറിയില്ല, പേടിയാണ് എന്നൊക്കെ പറഞ്ഞു കണ്ടേ. അപ്പോൾ ആഗ്രഹമില്ലല്ലോ തുടങ്ങിക്കോളി. എന്താ വെച്ചാൽ എൻ്റെ അവസ്ഥയാണ്, നമ്മളെ കയ്യിലൊരു 10 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസമായിക്കാരം കേട്ടോ, മക്കളുടെ കാര്യത്തിലായാലും നമ്മളെ കാര്യത്തിലായാലും ഒക്കെ. അപ്പോൾ ഞാനങ്ങനെ തുടങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തുടങ്ങിയ സമയത്തും തന്നെ എനിക്ക് ഓർഡറും കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ആൾക്കാരിങ്ങനെ അറിഞ്ഞു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ
മാഷാ അല്ലാ കുഴപ്പമൊന്നുമില്ല. എന്താണ് എന്നൊന്നുമില്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഓർഡറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ് പോണത്. പിന്നെ നമ്മളെല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഒരാളിങ്ങനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ കയ്യിൽ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു 10 രൂപ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ള അത് തന്നെയാണ് കേട്ടോ. വെറുതെ ഇരിക്കില്ലായിരുന്നു